ഇന്ന് ഞാനിവിടെ പാവ് ഭാജിയാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം, അതുപോലെ നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി കഴിക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ പാവ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പാവില്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും ഈ കറി നല്ലതാണ്. അതുപോലെ തന്നെ മധുരമില്ലാത്ത ബണ്ണായാലും കുഴപ്പമില്ല. അതിനായിട്ട് ഞാനിവിടെ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ എടുത്തു, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എടുത്തു, പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും രണ്ടും കൂടെ അരിഞ്ഞെടുത്തു. പിന്നെ അതോടൊപ്പം സിംല മിർച്ചി അതോടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിനകത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. അതോടൊപ്പം നമുക്ക് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതെല്ലാം ഒന്ന് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. സിംല മിർച്ചിക്ക് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല, എനിക്കറിയില്ല. ഞങ്ങളിവിടെ സിംല മിർച്ചി എന്നാണ് പറയുന്നത്. വലിയ മുളക്, എരിവില്ലാത്ത. ഇനി നമുക്ക് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഈ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും മാർക്കറ്റിലൊക്കെ, നല്ല വിലക്കുറവാണ്. അതുകൊണ്ട് നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടി, അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് അതിന് ശേഷം വെള്ളം ആവശ്യത്തിനൊഴിച്ച് ഇന്ന് നല്ലോണം വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇതിൻ്റെ കൂടെ പാവ് ഭാജി മസാല കൂടെ ചേർക്കുന്നുണ്ട്. പാവ് ഭാജി മസാല നമ്മുടെ കടകളിലൊക്കെ കിട്ടും. 10-20 രൂപയൊക്കെ ഉള്ളൂ ചെറിയ പാക്കറ്റിന്, അല്ലെങ്കിൽ വലിയ പാക്കറ്റിന് 50-60 രൂപ അത്രയേ ഉള്ളൂ. അതുകൂടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ, പിന്നീട് നമുക്ക് ചേർക്കണം. അതുകൊണ്ട് 1 സ്പൂൺ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത്രയും വെള്ളം മതി കേട്ടോ, ഇത് കറക്റ്റ് വെള്ളം, കാരണം ഇത് കൂടി പോകല്ലേ. പിന്നെ നമുക്ക് ഒത്തിരി ലൂസായിപ്പോവും കറി നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് നല്ല കുറിയതായിട്ട് എടുക്കണം. അതുകൊണ്ട് അത്രയും മാത്രം ഒഴിച്ച് ഇനി ഇതൊരു നല്ലവണ്ണം ഒന്ന് വേവണം. കുറേ വിസിലടിക്കണം. ഇത് ഒരു 5-6 വിസിലൊക്കെ അടിക്കണം, കാരണം ഇത് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണം. ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടൊന്ന് ഉടച്ചെടുക്കണം, നല്ലതൊന്ന് ഉടച്ചെടുക്കണം. ഞാൻ ഇതുപോലെ നല്ലവണ്ണം ഉടഞ്ഞില്ലെങ്കിൽ ഇത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ജാറിലിട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുപോലെ കിടന്ന ഈ കുട്ടികൾ ഇതൊക്കെ പെറുക്കി കളയും, കഷ്ണങ്ങളെല്ലാം ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം പെറുക്കി കളയും. പക്ഷേ അങ്ങനെ ഇത് മൊത്തം നമ്മൾ ഉടച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനകത്തൊന്നും പെറുക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുമ്പം നല്ലവണ്ണം മിക്സിയിൽ ജാറിലൊന്ന് കറക്കിയെടുക്കും. ഇനി പാലിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പം ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി കടുക് നമുക്കിതിനകത്ത് ചേർക്കേണ്ട. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച് സവാള ഉള്ളി ചേർക്കുക. ഇനി നല്ലവണ്ണം വഴറ്റിയെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കുക, വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ ആദ്യം വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചപ്പം അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തു, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഉപ്പ് കൂടി പോയാലും കുഴപ്പമില്ലേ. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്നും ചേർക്കണ്ട. ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്തിട്ട് നല്ലോണം എടുക്കുക. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പാവ് കിട്ടത്തില്ല എന്നുള്ള ഒരു ടെൻഷൻ, എനിക്കറിയില്ല ഇപ്പം നാട്ടിൽ പാവ് കിട്ടുമോ എന്ന്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. പാവ് നാട്ടിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, കഴിക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അഭിപ്രായം കൂടി അറിയിക്കുക. പാവില്ലെങ്കിൽ ബൺ പാവ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, മധുരമില്ലാത്ത, അത് നല്ല കുഴപ്പമില്ല. പൊടി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് മുളക് പൊടി എരിവുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവില്ലാത്ത കളറുള്ള കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ചേരുവയായ പാവ് ഭാജി മസാല അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം മസാല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറേ സമയം എടുക്കും, നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി ചേരുവ ചേർക്കത്തില്ല, നല്ലവണ്ണം വഴറ്റിയെടുക്കണം. കാരണം കുറേ സമയം, ഒരു 3-4 മിനിറ്റെങ്കിലും ഇത് നല്ലവണ്ണം അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ.
അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുപോലെ അതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞു വരണം. അതുവരെ നമുക്ക് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് നല്ലവണ്ണം ഞാനിത് ഉടച്ചെടുത്ത് കേട്ടോ. ഉടച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ മിക്സിയുടെ ജാറിനകത്താണ് ഇത് ഉടച്ചെടുത്തത്. എന്നിട്ട് ഗ്രീൻ പീസ് ഉടയാത്തതുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറോടെ അങ്ങ് ഒഴിച്ചു കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചെറുതീയിൽ ഇളക്കിയതൊന്ന് മസാലയെല്ലാം അതിൽ പിടിക്കുന്നവരെ നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കണം കേട്ടോ, അത് ഒഴിവാക്കല്ലേ, അത് നല്ല ടേസ്റ്റാണ് നാരങ്ങ ചേർക്കുമ്പം. ചെറുതീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനേ. ഇനി ഇതിലേക്ക് ഞാൻ കസ്തൂരി മേത്തിയാണ് ചേർത്തത്. അത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കുഴപ്പമില്ല, സാരമില്ല. പക്ഷേ മല്ലിയില മെയിനാണ് കേട്ടോ, മല്ലിയില ചേർത്തിരിക്കണം. മല്ലിയില പിന്നെ കിട്ടുമല്ലോ, കടകളിലൊക്കെ കിട്ടും. അതുകൊണ്ട് മല്ലിയില ചേർത്തിരിക്കണം. മല്ലിയില ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇല്ലാത്തടത്ത് അങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ, അത് സാരമില്ല. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇനി നമുക്കിതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ഇവിടുത്തെ ബട്ടർ വെളുത്തിരിക്കും. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇവിടുത്തെ പാടയൊക്കെ ആണെങ്കിൽ വെളുത്തിരിക്കും. പക്ഷേ ചില പാലിൻ്റെ പാട നല്ല മഞ്ഞ, പക്ഷേ ഇത് ഞങ്ങൾ വാങ്ങിക്കുന്ന പാലിൻ്റെ പാട നല്ല വെള്ള കളറാണ്. അതുകൊണ്ട് ബട്ടറും അങ്ങനെ തന്നെ ആയിപ്പോയി, നല്ല വെള്ള കളർ ബട്ടറാണ്. ഇതൊക്കെ തീ ഓഫാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. ഇനി ഈ പാവ് ഇത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന, ഞങ്ങൾക്കിവിടെ MP കിട്ടുന്ന പാവ് ഇത്രയും വലുതല്ല, ചെറിയ പാവ. അതുകൊണ്ട് ഞാൻ ബോംബെ പോയപ്പം കൊണ്ടുവന്നതാണ്. ഒരു ദിവസം ഫ്രിഡ്ജ് വെച്ചു, അതുകൊണ്ട് അതൊന്ന് കട്ടിയായിപ്പോയി. അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കേണ്ടതാണ്. അതുമല്ല ഇതൊന്ന് പൊടിഞ്ഞു പോകും ഇനി ഫ്രിഡ്ജ് വെച്ചതായതുകൊണ്ട്. ഇത്രയും പാവ് കൊണ്ടുവന്നപ്പം എങ്ങനെ കഴിക്കി തീർക്കണമെന്ന് വെച്ചിട്ടാണ് ഈ ബാജി ഉണ്ടാക്കിയത്, പാവ് ബാജി. അത് എനിക്കിഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ട് പാവ് കൊണ്ടുവന്നപ്പം അങ്ങനെ ഞാൻ പാവ് ബാജി തയ്യാറാക്കിയത്. ഇതിനിയൊന്ന് നമുക്ക് ബട്ടറിനകത്ത് ചൂടാക്കിയെടുത്ത് നമ്മൾ നേരത്തെ കറി വെച്ച കറി ചേർത്ത് കഴിച്ചാൽ മതി. നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിപ്പോൾ ഇനി മുറിക്കാൻ നോക്കുന്ന സംശയമാണ്. ഇത് ഭയങ്കര കട്ടിയായിപ്പോയി, കാരണം ഇത് പൊടിഞ്ഞു പോയി ഇങ്ങനെ മുറിച്ച് വരുമ്പം. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കഴിച്ചെടുക്കേ പറ്റത്തുള്ളൂ. ബട്ടറിനകത്ത് ഇത് തവയിൽ വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. പക്ഷേ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇനി അത് നമുക്ക് ചൂടാക്കിയാൽ മതി. ഞാനിവിടെ തവ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കറി വെച്ച കറി കുറച്ച് ചേർത്ത് ഇതൊന്ന് തവയിലൊന്നാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പാവ് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കറിയുടെ കൂടെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് സോഫ്റ്റ് അല്ലാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോയത്. അല്ലെങ്കിൽ ഈ പാവ് ഒരിക്കലും ഇങ്ങനെ പൊട്ടിപ്പോകുന്നതല്ല. ഇഷ്ടമാണ്. വടാപ്പാവിൻ്റെ കൂടെ കഴിക്കുന്ന പാവ് തന്നെയാണിത്. നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഒന്ന് ചൂടായതിന് ശേഷം തിരിച്ചു മറിച്ച് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമ്പോൾ തെറ്റുകൾ തിരുത്താൻ പറ്റും.
എന്തെങ്കിലും തെറ്റുകൾ പറയുന്നതിലോ ചെയ്യുന്നതിലോ ഒക്കെ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ, ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ചാനൽ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ പാവെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇത്. അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കേ.